ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ വന്ദേ മാതരം വലിയ വികാരപരവും രാഷ്ട്രീയപരവുമായ സ്ഥാനമുള്ള ഗാനമാണ്. അതിന്റെ ചരിത്രപരമായ പങ്കും അതോടൊപ്പം അതിനുള്ളിലെ വർഗീയ, മതപര, ദേശീയ ഘടകങ്ങളും വിമർശനാത്മകമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വന്ദേ മാതരം എന്നതിന്റെ അർത്ഥം മാതാവേ നിന്നെ വണങ്ങുന്നു എന്നതാണ്. ഇവിടെ മാതാവ് എന്നത് മാതൃഭൂമിയായ ഇന്ത്യയെ സൂചിപ്പിക്കുന്നു. ഉത്ഭവവും സാഹിത്യ പശ്ചാത്തലവും പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായാണ്. അദ്ദേഹം 1870കളിൽ ഇത് എഴുതുകയും പിന്നീട് 1882 പ്രസിദ്ധീകരിച്ച തന്റെ നോവലായ ആനന്ദമഠത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആനന്ദമഠം എന്ന നോവൽ 18ാം നൂറ്റാണ്ടിലെ സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കിയാണ് എഴുതപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണത്തിനും മുസ്ലിം ഭരണാധികാരികൾക്കുമെതിരെ പോരാടുന്ന സന്യാസിമാരെയാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. നോവലിൽ ഭാരതത്തെ ഒരു ദൈവിക മാതാവായി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈ പ്രതീകവൽക്കരണം തന്നെ വലിയ രാഷ്ട്രീയ മത ചർച്ചകൾക്ക് കാരണമായി. ചരിത്ര വായനയിൽ വന്ദേ മാതരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ജനകീയ വികാരത്തിന്റെ ഭാഗമായാണ് ആദ്യം കാണപ്പെടുന്നത്. 1905 ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ദേശീയവാദ പ്രവർത്തകർ, വിപ്ലവ സംഘടനകൾ എന്നിവർ ഈ ഗാനം പ്രതിഷേധത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഗാനത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം, ജനങ്ങളെ രാഷ്ട്രീയമായി ഉണർത്തിയ പങ്ക്, ബ്രിട്ടീഷ് വിരുദ്ധ ഐക്യബോധം സൃഷ്ടിച്ചതിലെ പ്രാധാന്യം എന്നിവ നിഷേധിക്കാറില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലും ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഗാനത്തിന്റെ മുഴുവൻ ഭാഗവും ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു അവ. അതിനെ തുടർന്ന് ഒരു സമവായം രൂപപ്പെട്ടു. ആദ്യ 2 പദ്യങ്ങൾ മാത്രം പൊതുപരിപാടികളിൽ ഉപയോഗിക്കുക, മതപരമായ രൂപകങ്ങൾ വരുന്ന ശേഷിച്ച ഭാഗങ്ങൾ ഒഴിവാക്കുക. ഇതാണ് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രം സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനവും. 1947 ശേഷം ദേശീയ ഗാനമായി ഏത് സ്വീകരിക്കണമെന്ന ചർച്ചയിൽ ജനഗണമന, വന്ദേ മാതരം എന്നിവ തമ്മിൽ വലിയ ചർച്ചയുണ്ടായി. അവസാനം ജനഗണമന ദേശീയ ഗാനമായി, വന്ദേ മാതരം ദേശീയ ഗീതമായി. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക് അംഗീകരിക്കുകയും അതേസമയം അത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. പക്ഷേ വിമർശനം എവിടെയാണ്? ഇടതുപക്ഷ സമീപനമനുസരിച്ച് പ്രശ്നം ഗാനത്തിന്റെ മുഴുവൻ ഉള്ളടക്കത്തിലും അതിന്റെ രാഷ്ട്രീയ ഉപയോഗത്തിലുമാണ്. ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എഴുതിയ ആനന്ദമഠം എന്ന നോവലിന്റെ പശ്ചാത്തലം ഒരു ഹിന്ദു സന്യാസി സൈന്യത്തിന്റെ കലാപമാണ്. നോവലിൽ മുസ്ലിം ഭരണാധികാരികളെ ശത്രുവായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ, ഇന്ത്യയെ ഹിന്ദു ദേവതാ രൂപത്തിൽ പ്രതിനിധീകരിക്കൽ, മാതൃഭൂമി എന്നാൽ ദേവി എന്ന ആശയം എന്നിവ കാണാം. ഇത് ഇന്ത്യയുടെ ബഹുമത, ബഹുജാതി സാമൂഹിക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി പ്രതിനിധീകരിക്കുന്നില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ രാജ്യമെന്ന ആശയം ജനങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു, മതപരമായ പ്രതീകങ്ങളുമായി അല്ല. അതുകൊണ്ട് ഇടതുപക്ഷ വീക്ഷണത്തിൽ ദേശസ്നേഹം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കണം. പട്ടിണി, തൊഴിലില്ലായ്മ, ചൂഷണം എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടമായിരിക്കണം. ഒരു മതത്തിന്റെ സാംസ്കാരിക പ്രതീകങ്ങളെ ദേശീയ തിരിച്ചറിയലായി നിർബന്ധിക്കരുത് എന്നാണ് ഈ നിലപാട്. ഈ പശ്ചാത്തലത്തിലാണ് വന്ദേ മാതരം പിന്നീട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കപ്പെട്ടുവെന്ന വിമർശനം നിലനിൽക്കുന്നത്. ഒരു ദേശീയ ചിഹ്നവും ജനങ്ങളുടെ മേൽ നിർബന്ധിതമാകരുത്. കാരണം ദേശസ്നേഹത്തിന് ഒരൊറ്റ സാംസ്കാരിക രൂപം ഉണ്ടാകില്ല. ഇന്ത്യ ബഹുമത രാഷ്ട്രമാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ആദിവാസി, ദളിത് സമൂഹങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും തുല്യമായ ഇടം വേണം. അതിനാൽ വന്ദേ മാതരം പാടാത്തവരെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണയായി വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ ചരിത്ര പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ നിർബന്ധമാക്കുന്നതിനെയും രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെയും എതിർക്കുന്നുണ്ട്.